to Plant Sapiens. So, ഇന്നത്തെ ക്ലാസ്സിൽ മെൻഡലിന്റെ എക്സ്പെരിമെന്റ് ആണ് ഡീറ്റെയിൽഡ് ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു മെന്റാലിയൻ ജെനറ്റിക്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇൻട്രൊഡക്ഷൻ എൻ്റെ ക്ലാസ്സിൽ എൻ്റെ ചാനലിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. സോ അത് കണ്ടതിന് ശേഷം കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന അടുത്ത ടോപ്പിക്കാണ് മെന്റലിന്റെ എക്സ്പെരിമെന്റ്. അതിന് മെന്റലി യൂസ് ചെയ്ത് പ്ലാൻ ചെയ്താണ്, അത് സെലക്ട് ചെയ്യാനുള്ള റീസൺ എന്തൊക്കെയാണെന്നാണ് ഈ ഒരു ക്ലാസ്സിൽ എടുക്കുന്നത്. സോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അതിനു മുന്നേ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പ്ലാന്റ് സാപ്പിയൻസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് പോവാം. ആദ്യം ഫസ്റ്റ് നമ്മൾ ആ ഒരു എക്സ്പെരിമെന്റ് റിലേറ്റ് ചെയ്തിട്ട് ഫസ്റ്റ് അറിയേണ്ടത് പ്ലാന്റ് ചോയ്സ്. ഏത് പ്ലാന്റ് ആണ് എക്സ്പെരിമെന്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തത്? സോ നമ്മൾ ഗ്രിഗർ ജൊഹാൻ മെന്റൽ യൂസ് ചെയ്ത പ്ലാന്റ് എന്ന് പറയുന്നത് പീ പ്ലാന്റ് ആണ്. അതിന്റെ സയന്റിഫിക് നെയിം പൈസം സെറ്റൈവം എന്നാണ്. അപ്പൊ ഇതാ ഈ ചിത്രത്തിൽ കാണിച്ചേക്കുന്ന ഈ ഒരു പ്ലാന്റ് ആണ് അദ്ദേഹം ഈ ഒരു എക്സ്പെരിമെന്റിന് ചൂസ് ചെയ്തത്. ഇനി എന്തുകൊണ്ടാണ് ഈ ഒരു പീ പ്ലാന്റിനെ തന്നെ ചൂസ് ചെയ്യാനുള്ള കാരണം? റീസൺ ഫോർ സെലക്ടിങ് പീ പ്ലാന്റ്. ഇതിൽ ഒന്നാമത്തെ കാരണം റീസൺ എന്ന് പറയുന്നത് കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ് ആണ്. അതായത് ഈ ഒരു പീ പ്ലാന്റിന് തന്നെ കോൺട്രാസ്റ്റിംഗ് എന്ന് വെച്ചാൽ വിപരീത ഗുണങ്ങൾ എന്ന് പറയാം അല്ലെ. അപ്പൊ നീളം ആണെങ്കിൽ ഉയരം കൂടിയതാണെങ്കിൽ ഉയരം കുറഞ്ഞത്, അങ്ങനെ ഉയരം കൂടിയത് കുറഞ്ഞത്, പോഡിന്റെ കളർ, അങ്ങനെ കുറെ ക്യാരക്ടേഴ്സ് ഉണ്ട്. ആ ഒരു ക്യാരക്ടേഴ്സ് കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് അടുത്ത സ്ലൈഡിൽ പറയുന്നുണ്ട്. പിന്നെ ഇത് ഷോർട്ട് ലൈഫ് സൈക്കിൾ ആണ്. അപ്പൊ ഇവര് നട്ടാൽ വേഗം തന്നെ അത് കായ് ഉണ്ടാകും, അതിന്റെ ഫ്രൂട്ട് ഉണ്ടാകാൻ അത്ര സമയം എടുക്കില്ല. ഷോർട്ട് ലൈഫ് സൈക്കിൾ. ഈസ് ഓഫ് ഗ്രോത്ത് ആൻഡ് മെയിൻ്റെനൻസ്, വേഗം വളരുകയും ചെയ്യും, അതിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ എളുപ്പമാണ്. സെൽഫ് പോളിനേഷനും ക്രോസ് പോളിനേഷനും ഒക്കെ നടത്താൻ പറ്റും. കൺട്രോൾ ചെയ്തിട്ട് നമുക്ക് ക്രോസ് പോളിനേഷൻ നടത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് പീ പ്ലാന്റ്. അവൈലബിലിറ്റി ഓഫ് പ്യുവർ ലൈൻസ് അവൈലബിൾ ആയിട്ട് കിട്ടും. അപ്പൊ എന്താ ഈ പ്യുവർ ലൈൻസ് എന്ന് വെച്ചാൽ ഒരു ജനറ്റിക്കലി ഐഡന്റിക്കൽ ആയിട്ടുള്ള ഇൻഡിവിജ്വൽസ്, അതായത് ഹോമോസൈഗസ് എന്നെല്ലാം പറയുന്ന ആ ഒരു ടേം കേട്ടിട്ടില്ലേ? ഹോമോസൈഗസ് ആയിട്ടുള്ള ജീൻസ്, എല്ലാത്തിലും ഹോമോസൈഗസ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിനെയാണ് നമ്മൾ പ്യുവർ ലൈൻസ് എന്ന് പറയുക. സോ അതാണ് അവൈലബിലിറ്റി. ദെൻ ലാർജ് ഓസ്പ്രിങ് ആൻഡ് ഫെർട്ടൈൽ ഹൈബ്രിഡ്സ്, നമുക്ക് കിട്ടുന്ന കുട്ടികൾ, സന്താനങ്ങൾ കുറേ എണ്ണം കിട്ടും. ഓക്കെ, അപ്പൊ ഈ ഒരു കാരണങ്ങൾ കൊണ്ടാണ് ഈ ഒരു പീ പ്ലാന്റ്, പൈസം സെറ്റൈവം എന്ന് പറയുന്ന പ്ലാന്റ് തന്നെ സെലക്ട് ചെയ്യാനുള്ള കാരണം. നമുക്ക് എക്സ്പെരിമെന്റിലോട്ട് പോവാം. ഫസ്റ്റ് എന്ന് പറയുന്നത് പ്ലാന്റ് ചോയ്സ് ആണ്. ഇനി സെക്കൻഡ്, അതിനു മുന്നേ നമ്മൾ പറഞ്ഞല്ലോ ഈ ഒരു പ്ലാന്റ് ചോയ്സിൽ കുറെ കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ് ഉണ്ട് എന്ന്. അപ്പൊ നമ്മുടെ മെന്റലി ചൂസ് ചെയ്തത് 7 കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ് ആണ്. അപ്പൊ കോൺട്രാസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ അതിന് 2 ക്യാരക്ടർ ഉണ്ടല്ലോ. അപ്പം ഡോമിനന്റ് ആയിട്ടുള്ള ക്യാരക്ടറും ഉണ്ടാകും, റെസസീവ് ആയിട്ടുള്ള ക്യാരക്ടറും ഉണ്ടാകും. സോ അതിൽ ഫസ്റ്റ് വരുന്നത് ഫ്ലവറിന്റെ കളറാണ്. നമ്മളെടുത്ത ആ ഒരു പയർ ചെടിയുടെ കളറാണ് അദ്ദേഹം എടുത്ത ഒരു ക്യാരക്ടർ. അത് ഡോമിനന്റ് ആയിട്ടുള്ളത് പർപ്പിളും റെസസീവ് ആയിട്ടുള്ളത് വൈറ്റ് കളറും ആയിരിക്കും. ദെൻ രണ്ടാമത്തത് സീഡിന്റെ ഷേപ്പ് ആണ്. സീഡിന്റെ ഷേപ്പ് റൗണ്ട് സീഡഡ് ആയിട്ടുള്ളതാണ് ഡോമിനന്റ്, റിങ്കിൾഡ് ആണ് റെസസീവ്. ഇനി സീഡിന്റെ കളറാണ്, വിത്തിന്റെ കളർ യെല്ലോ ആണ്, അല്ലെങ്കിൽ ഡോമിനന്റ്, ഗ്രീൻ ആണെങ്കിൽ റെസസീവ്. ഇനി പോഡ്, ആ ഒരു ഫ്രൂട്ടിന്റെ പോഡിന്റെ കളർ മൊത്തത്തിൽ ഗ്രീൻ ആണെങ്കിൽ ഡോമിനന്റ്, രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത്. പോഡ് കളറാണ് യെല്ലോ, റെസസീവ്. ദെൻ പോഡിന്റെ ഷേപ്പ് ആണെങ്കിലോ ഇൻഫ്ലേറ്റഡ് ആയിട്ടുള്ള ഡോമിനന്റും കൺസ്ട്രക്റ്റഡ്, അങ്ങനെ കുറെ പൊന്തിയും താണും ഒക്കെ നിൽക്കുന്ന ആ ഒരു ടൈപ്പാണ് റെസസീവ് എന്ന് പറയുന്നത്. ടോൾ ആയിട്ടുള്ളത് ഡോമിനന്റും ഷോർട്ട് ആയിട്ടുള്ള പ്ലാന്റ് റെസസീവ്. ദെൻ ഫ്ലവറിന്റെ പൊസിഷൻ ആക്സിയൽ ആയിട്ടാണ്, ഇതേപോലെ ആക്സിയൽ ആയിട്ടാണ് കാണുന്നതെങ്കിൽ ഡോമിനന്റ്, ലാറ്ററലി ടെർമിനൽ എൻഡിലാണ് കാണുന്നതെങ്കിൽ റെസസീവ്. അപ്പൊ ഇതാണ് 7 ക്യാരക്ടേഴ്സും അതിന്റെ കോൺട്രാസ്റ്റിങ്ങും, അതിൽ ഏതാണ് ഡോമിനന്റ്, റെസസീവ് എന്നൊക്കെയാണ് പറഞ്ഞത്. ദെൻ നമ്മൾ ആദ്യം പറഞ്ഞത് പ്ലാന്റിന്റെ ചോയ്സ് ആണെങ്കിൽ ആ ഒരു എക്സ്പെരിമെന്റിലോട്ട് പോവാണ്. ആദ്യം അദ്ദേഹം എന്താ ചെയ്തത്? എന്ന് പറയുന്നത് ട്രൂ ബ്രീഡിംഗ് ലൈൻസ് ആണ്. അതായത് അദ്ദേഹം ആദ്യം ഈ ഒരു പീ പ്ലാന്റ് എടുത്തിട്ട് അതിനെ സെൽഫ് പോളിനേഷൻ നടത്തുകയാണ് ചെയ്തത്. സെൽഫ് പോളിനേഷൻ എന്ന് വെച്ചാൽ എന്താ? ഈ ഒരു ഫ്ലവർ എടുത്ത് അതിൽ തന്നെ പോളിനേഷൻ നടത്തിയതാണ് സെൽഫ് പോളിനേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അദ്ദേഹം ട്രൂ ബ്രീഡിംഗ് ലൈൻസ് കിട്ടാൻ വേണ്ടിയിട്ട് സെൽഫ് പോളിനേഷൻ നടത്തിയപ്പോൾ കുറേ ജനറേഷനിലും സെൽഫ് പോളിനേഷൻ നടത്തി. അപ്പോൾ എല്ലാ കിട്ടിയ ഓസ്പ്രിങ്സിനും എന്താണ്? സെയിം ട്രീറ്റ് ആണ്. ഇപ്പം നമ്മൾ ടോള് വെച്ചിട്ടാണെങ്കിൽ എപ്പോഴും ടോള് തന്നെ ആയിരിക്കും. ഷോർട്ട് വെച്ചിട്ടാണെങ്കിൽ ഏത് ജനറേഷൻ എടുത്താലും എപ്പോഴും ഷോർട്ട് തന്നെ ആയിരിക്കും. അങ്ങനെയാണ് ആദ്യം സെൽഫ് പോളിനേഷൻ നടത്തുകയാണ് ചെയ്തത്. സോ അതിനുശേഷം
തേർഡ് വൺ ആണ് ക്രോസ് പോളിനേഷൻ. ഒരു ക്രോസ് പോളിനേഷൻ, സെൽഫ് പോളിനേഷൻ നടത്തിയതിന് ശേഷം ക്രോസ് പോളിനേഷൻ നടത്തി. അവർ പ്യുവർ ബ്രെഡ് കിട്ടിയല്ലോ, പ്യുവർ ആയിട്ടുള്ള ഒരു ഹോമോസൈഗസ് ആയിട്ടുള്ള ഇൻഡിവിജ്വലിനെ സെൽഫ് പോളിനേഷൻ നടത്തിയിട്ട് കിട്ടി. ആ ഒരു സാധനത്തിനെ അതിനെ എന്തായിട്ട് നടത്തി, ക്രോസ് പോളിനേഷൻ നടത്തി. അപ്പൊ നമുക്ക് രണ്ട് രീതിയിലുള്ള പിക്ചർ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആദ്യത്തെ മെന്റൽ എക്സ്പെരിമെന്റ്, ഒന്നാമത്തത് നമുക്ക് പോഡിന്റെ കളർ ആണെങ്കിൽ ഗ്രീൻ പോഡും ഉണ്ട്, യെല്ലോ പോഡും ഉണ്ട്. ഓക്കെ, അപ്പൊ ഇത് പ്യുവർ ബ്രീഡ് ആണ്, ഹോമോസൈഗസ് ആണ്. അപ്പൊ F1 ജനറേഷനിൽ അദ്ദേഹത്തിന് ആദ്യം കിട്ടിയത് എല്ലാം ഗ്രീൻ പോഡാണ്, അതായത് ഡോമിനന്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ആണ് കിട്ടിയത്. നമുക്ക് ഇപ്പത്തുള്ള പിക്ചർ നോക്കിയാൽ കുറച്ചും കൂടി ഗമീറ്റും ആ ഒരു ഫീനോടൈപ്പും ജീനോടൈപ്പും ഒക്കെ വെച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഫിനോടൈപ്പ് ജീനോടൈപ്പ് എന്നൊക്കെ അറിയായിരിക്കില്ലേ. ഫിനോടൈപ്പ് എന്ന് വെച്ചാൽ നമ്മൾ എക്സ്റ്റേണലി കാണുന്ന ക്യാരക്ടറാണ്. അതായത് ഇവിടെ ടോള്, ഡ്വാർഫ്, ഉയരം കൂടിയത് കുറഞ്ഞത് നമുക്ക് പുറമേയുള്ള ക്യാരക്ടർ നോക്കിയിട്ടാണല്ലോ പറയുന്നത്. അതാണ് ഫീനോടൈപ്പ്. ആ ഒരു ഫീനോടൈപ്പിനെ നമ്മൾ ജനറ്റിക്കലി റെപ്രസെന്റ് ചെയ്യാണ്, അലീൽസ് വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് അതിന്റെ ജീനോടൈപ്പ്. ഓക്കെ, അപ്പൊ നമ്മൾ ടോള്, ഡ്വാർഫ് എന്നുള്ള ആ ഒരു ക്യാരക്ടർ എടുത്തു. അപ്പൊ പാരന്റൽ ജനറേഷനിൽ ഹോമോസൈഗസ് ആയിട്ടുള്ള ടോള് ക്യാപിറ്റൽ ടി, ഡോമിനന്റ് ആയിട്ടുള്ള ടോളും ഉണ്ട്, റെസസീവ് ആയിട്ടുള്ള ഡ്വാർഫും ഉണ്ട്. റെസസീവ് ആയതുകൊണ്ടാണ് ഹോമോസൈഗസ് ആയിട്ട് രണ്ടും സ്മോൾ ടി കൊടുത്തത്. സോ ഇതില് രണ്ട് ഗമേറ്റ് ഉണ്ടാവും അല്ലേ, ഒരു ക്യാപിറ്റൽ ടിയും ഉണ്ടാവും, ഒരു ക്യാപിറ്റൽ ടിയും ഉണ്ട്. അങ്ങനെ രണ്ട് ക്യാപിറ്റൽ ടി, രണ്ട് ഗമേറ്റ്സ്. ഒന്ന് എഴുതിയാലും കുഴപ്പമില്ല കേട്ടോ. ഇതിലും ക്യാപിറ്റൽ ടി. സോ ഈ ഗമേറ്റ്സ് എന്ത് ചെയ്തു, ഫ്യൂസ് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന F1 ജനറേഷൻ എന്ന് പറയുന്നത് എല്ലാം ടോളായിരുന്നു. അപ്പം അദ്ദേഹത്തിന് ഫസ്റ്റ് കിട്ടിയ കൺക്ലൂഷൻ എന്ന് പറയുന്നത്, ഈ ഒരു ക്രോസ് പോളിനേഷൻ നടത്തിയപ്പം F1 ജനറേഷൻ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ജനറേഷനിൽ ഓൾ ഡിസ്പ്ലേഡ് എ സിംഗിൾ ഡോമിനന്റ് ട്രീറ്റ് ആണ്. നമ്മൾ പുന്നറ്റ് സ്ക്വയർ വരക്കുകയാണെങ്കിൽ എല്ലാം ക്യാപിറ്റൽ ടി സ്മോൾ ടി. ഹെട്രോസൈഗസ് ആയിട്ടുള്ള ഡോമിനന്റ് ആയിട്ടുള്ള ക്യാരക്ടർ കിട്ടി, റെസസീവ് ക്യാരക്ടർ അവിടെ വന്നില്ല, എക്സ്പ്രസ് ചെയ്തില്ല എന്ന് മനസ്സിലായി. ഇതാണ് മൂന്നാമത് അദ്ദേഹം ചെയ്തത്. ഇനി നാലാമത് എന്താ ചെയ്തതെന്ന് വെച്ചാൽ സെൽഫ് പോളിനേഷൻ. അതായത് നമ്മളിപ്പോൾ F1 ജനറേഷനിൽ നമുക്ക് കിട്ടിയതാ, ഇത് മൊത്തത്തിൽ കൊടുത്തിട്ടുണ്ട്. ആദ്യം ഇതാണ് നമുക്ക് സെൽഫ് പോളിനേഷൻ ആദ്യം നടത്തിയതിന് ശേഷം ബ്രീഡ് ചെയ്ത് എല്ലാം ഡോമിനന്റ് ആയിട്ടുള്ള ടോൾ ആയിട്ടുള്ള പ്ലാന്റ് കിട്ടി F1 ജനറേഷനിൽ. സോ ഈ ഒരു F1 ജനറേഷൻ എന്ത് ചെയ്തു, സെൽഫ് പോളിനേഷൻ നടത്തി, അതിനെ അതുകൊണ്ട് തന്നെ പോളിനേറ്റ് ചെയ്തു. അപ്പൊ ക്യാപിറ്റൽ ടി സ്മോൾ ടി ഹെട്രോസൈഗസ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽ ആണ് F1 കിട്ടിയത്. അതിൽ രണ്ട് വ്യത്യസ്തമായിട്ടുള്ള ഗമേറ്റ് ആയിരിക്കും ഉണ്ടായിരിക്കുക. സോ അതിന്റെ ഫ്യൂഷൻ ഇങ്ങനെയാ പറയാ, ആദ്യത്തത് ക്യാപിറ്റൽ ടി, രണ്ടാമത്തതിന്റെ ക്യാപിറ്റൽ ടി. ആദ്യത്തിന്റെ ക്യാപിറ്റൽ ടി ഗമേറ്റും രണ്ടാമത്തതിന്റെ റെസസീവ് ആയിട്ടുള്ള അലീലും ക്യാപിറ്റൽ ടി ദെൻ സ്മോൾ ടി ക്യാപിറ്റൽ ടി, അങ്ങനെ സ്മോൾ ടി. അങ്ങനെ 4 ഓസ്പ്രിങ്സ് കിട്ടി F2 ജനറേഷനിൽ. 4 ഓസ്പ്രിങ്സ് എന്നല്ല, നമ്മൾ ഈ ഒരു എണ്ണം വെച്ചിട്ട് പറഞ്ഞതാണ്. അപ്പോൾ അതിൽ നോക്കിയാലോ, ആദ്യത്തെ 3 എന്താ, ഈ ഒരു ഏതെങ്കിലും ഒരു ഡോമിനന്റ് അലീൽ വന്നാൽ അത് എപ്പോഴും ഡോമിനന്റ് ക്യാരക്ടർ ആയിരിക്കും കേട്ടോ. അതായത് ഏതെങ്കിലും ഒരു ക്യാപിറ്റൽ ലെറ്റർ വന്നാൽ അതൊക്കെ ഡോമിനന്റ് ആണ്. ക്യാപിറ്റൽ ടി എന്ന് പറയുന്നത് ടോൾ ആണ്. ക്യാപിറ്റൽ ടി സ്മോൾ ടിയും ടോൾ ആണ്. അതായത് ഒരു ഡോമിനന്റും റെസസീവും വന്നാൽ ഡോമിനന്റ് ആയിട്ടുള്ള ക്യാരക്ടർ മാത്രമേ എക്സ്പ്രസ് ചെയ്യുള്ളൂ. റെസസീവ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് എക്സ്പ്രസ് ചെയ്യണമെങ്കിൽ എന്താ, ഹോമോസൈഗസ് ആയിരിക്കണം, അതായത് രണ്ടും സ്മോൾ ലെറ്റർ വരണം. അപ്പൊ ഇവിടെ ഒരു ഡ്വാർഫ് പ്ലാന്റും ബാക്കിയൊക്കെ ടോൾ പ്ലാന്റുമാണ് കിട്ടിയത്. ഏത് റേഷ്യോയിലാണ്, 3 ടോളും 1 ഡ്വാർഫും, 3:1 എന്നുള്ള റേഷ്യോ. സോ F2 ജനറേഷനിൽ നമുക്ക് കിട്ടുന്ന റേഷ്യോ 3:1 ആണ്. The F2 generation resulting from self pollination of F1. F1 കിട്ടിയ പ്ലാന്റിന് നമ്മൾ സെൽഫ് പോളിനേഷൻ നടത്തിയപ്പോൾ ഡോമിനന്റ് ആയിട്ടുള്ള ക്യാരക്ടറും വന്നു, റെസസീവ് ആയിട്ടുള്ള ട്രേറ്റും അപ്പിയർ ചെയ്തു. നമ്മൾ F1 ഡോമിനന്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, പക്ഷെ അതിനെ സെൽഫ് പോളിനേറ്റ് ചെയ്തപ്പോൾ F2 കുറച്ച് റെസസീവ് ക്യാരക്ടറും കൂടി എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി തുടങ്ങി. അപ്പം ഈ ഒരു എക്സ്പെരിമെന്റ് നോക്കിയപ്പം അദ്ദേഹത്തിന് എപ്പോഴും ഒരു കൺസിസ്റ്റന്റ് ആയിട്ടുള്ള റേഷ്യോ ആണ് കിട്ടിയത്. അപ്രോക്സിമേറ്റ്ലി ഒരു 3 പ്ലാന്റ് ഡോമിനന്റ് ട്രേറ്റ് ആണെങ്കിൽ അതിലൊരു പ്ലാന്റ് റെസസീവ് ആയിരിക്കും. റേഷ്യോ ആണ് 3 എണ്ണല്ല, 3:1, 3ന് 1 എന്ന് വെച്ചിട്ടാണ് കിട്ടുന്നത്. അപ്പോൾ ആ ഒരു റേഷ്യോ ആണ് സെൽഫ് പോളിനേഷൻ നടത്തിയിട്ട് കിട്ടിയത്. സോ ഇതാണ് മെന്റൽ ചെയ്ത ഒരു എക്സ്പെരിമെന്റ്. ഞാൻ ഒരു ക്യാരക്ടർ മാത്രം വെച്ചിട്ടാണ് പറഞ്ഞിട്ടുള്ളത്, അതേപോലെ 7 ക്യാരക്ടേഴ്സ് വെച്ചിട്ട് അദ്ദേഹം എക്സ്പെരിമെന്റ് ചെയ്തിട്ടുണ്ട്. സോ ഈ ഓരോ എക്സ്പെരിമെന്റ് ഒക്കെ വെച്ചിട്ട് അദ്ദേഹം എന്തൊക്കെയോ കുറേ കൺക്ലൂഷനിലേക്ക് എത്തിയിട്ടുണ്ട്. ആ ഒരു കൺക്ലൂഷൻ ആണ് 3 ലോസ് ആയിട്ട് നമ്മൾ പഠിക്കുന്നത്. ആ 3 ലോസും അടുത്ത ക്ലാസ്സിൽ ഇടുന്നതായിരിക്കും. ഇത്രയേ ഉള്ളൂ. താങ്ക് യു.